ബ്രേക്ക്ഫാസ്റ്റ് ഒരു രാജ്യത്ത്, ലഞ്ച് മീറ്റിംഗ് ഒരു രാജ്യത്ത്, ഡിന്നർ മീറ്റിംഗ് വേറൊരു രാജ്യത്ത്. നോ, വേണ്ട. ഈ പിള്ളേരെ റിമോട്ട് നിർത്തി ജോലി ചെയ്തോണ്ടിരുന്ന ഇപ്പൊ ദിവസേനവന്മാരുടെ മുഖം കാണേണ്ട ഗതികേടാ. അതിന് നിങ്ങൾ ഒരു ദിവസം കണ്ട മുഖം പിറ്റേ ദിവസം കാണുന്നില്ലല്ലോ. കാരണം ആ മുഖം എല്ലാം ഇടിച്ച് ശരിയാക്കി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുമല്ലേ ഞാൻ. പിന്നെന്താ പ്രശ്നം? എന്ത് വലിയ ബിസിനസ്സാ ഡൈക്കൂണി. ഡൈക്കൂണി അല്ലടാ, ടൈക്കൂൺ. ഡൈക്കൂൺ. ടെൻഷനിലാണല്ലോ. നല്ല പയ്യൻ. നിങ്ങൾ വലിയ ബിസിനസ് മാഗ്നറ്റ്. ബിസിനസ് മാഗ്നറ്റ് അല്ല, ഞാൻ ബിസിനസ്. അതുകൊണ്ട് എന്ത് പ്രയോജനം? 2-3 പിസ്റ്റൾ വാങ്ങിക്ക്, അതിന് ലൈസൻസും എടുക്ക്. ആ ഗുണമാലിന് ഇപ്പോ ഗ്രേ മാർക്കറ്റിൽ ഏറ്റവും വലിയ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഒരു ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞാ അത് ഉപയോഗിച്ച് ടപ്പ് എന്ന് നിങ്ങളുടെ ആളുകളെ തട്ടിക്കൊണ്ടിരിക്കുമല്ലേ അയാള്. നിനക്ക് പറ്റില്ലടാ, എനിക്ക് പറ്റൂടാ, ഞാനും വാങ്ങും. മുംബൈക്ക് ഫോൺ ചെയ്യും. മുംബൈക്ക് എന്തിനാ സാർ? മുംബൈക്ക് സപ്ലൈ ചെയ്യുന്ന ഒരാൾ ചെന്നൈയിലുണ്ട്. അവന്റെ അടുത്തൊന്ന് രഹസ്യമായിട്ട് നമുക്ക് വാങ്ങിക്കാം. പറഞ്ഞ ആളെത്തിയിട്ടുണ്ട് സാർ. ഇവനാണോ നമ്മുടെ ആള്? എന്തോ കുഴപ്പമുണ്ട് സാർ. വട്ടാരോ എന്നാ പറഞ്ഞത്. വന്നത് ഇവൻ. അയ്യോ, ടെൻഷൻ ആവല്ലേ സാറേ. ബസാറിൽ ഞാൻ വട്ടാരം എന്ന് അറിയപ്പെടുന്നത്. ഞാൻ അമേരിക്ക പോലെയാ, ആർക്ക് വേണമെങ്കിലും ആയുധം വിൽക്കും. ഇതിനൊക്കെ പാം. വേറെ ആളെ വിളിക്ക്. സിറ്റിയിൽ ഞാനല്ലാതെ വേറെ ആളില്ല സാറേ. ആപത്ത് കാലല്ലേ, വാങ്ങിച്ചോ. എന്താ AC എന്തൊക്കെയാ പറയുന്നു? വിശ്വസിക്കാനും പറ്റില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. ശരിക്കു പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെയല്ല സാർ, ഒരുപാട് വിശ്വാസയോഗ്യമായ കാര്യമാണ്. AC-യോട് നിങ്ങൾ തന്നെ ചോദിക്കുക. വിജയ, അത് കോടമ്പാക്കം പ്രോജക്റ്റ് അല്ലേ? സാർ അതിപ്പോ AK സ്വാമി നമ്മുടെ ബ്രഹ്മ AK സ്വാമിക്ക് ഒരുപാട് തോക്ക് സപ്ലൈ ചെയ്തെന്നാ കേൾവി. കേട്ടതാണോ? കണ്ടു. എന്താ സാർ, ഇത് ശരിയാണെന്ന് അവനോട് തന്നെ ചോദിച്ചാലോ? നീ പറയുന്ന കാര്യം കളിക്കുമ്പോ ചോദിക്കാം. ബ്രഹ്മ, പിസ്റ്റൾ നമുക്ക് മാത്രമല്ലേ സപ്ലൈ ചെയ്യുന്നത്? രായപ്പന് ഇതുവരെ ഒരു പേയ്മെന്റ് തന്നില്ല. വിഷയം മാറ്റാതെ, പിസ്റ്റൾ വിൽപ്പന ഇപ്പൊ നീ ബിസിനസ്സായി ചെയ്യുന്നുണ്ടോ? അല്ലാതെ സൈഡ് ബിസിനസ് നിർത്താൻ പറ്റില്ല. കാര്യം? ഇമ്പോർട്ടഡ് പിസ്റ്റളിനോടാ എനിക്കിഷ്ടം. അത് വാങ്ങാൻ എൻ്റെ കയ്യിൽ കാശില്ല. എന്നാൽ അത് വാങ്ങി വിൽക്കുമ്പോൾ അതിനെ ഒന്ന് തൊട്ടും തലോടിയും കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് നിർത്താൻ കഴിയാത്ത. തൊട്ടു നോക്കുന്നതൊക്കെ ഇങ്ങനെ നമ്മുടെ ആൾക്കാരെ തട്ടിക്കളയാനായി നമ്മൾ തന്നെ ഗണ്ണ് വിൽക്കണോ? മനസ്സിലായില്ല. കൃഷ്ണസ്വാമിക്ക് നീ എങ്ങനെയാ ഗണ്ണ് വിറ്റത്? എങ്ങനെ വിറ്റെന്ന് കാണിക്കട്ടെ. വരണം സാർ, വരണം. ഇവിടെ ഇരിക്കുന്ന ഏത് ഐറ്റം എടുത്താലും നിങ്ങൾ ഡോളറിൽ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി സാർ. നോക്കണം സാർ, നോക്കണം. നല്ല സെക്കൻഡ് ക്വാളിറ്റി പിസ്റ്റൾ സാർ. കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഉപയോഗിക്കാൻ തോന്നും സാർ. വേഗം പാ സാർ, വേഗം. ഫസ്റ്റ് ക്വാളിറ്റി പോ ചേട്ടാ, സ്റ്റോക്ക് തീർന്നു പോയി. എല്ലാം ഗുണപാലൻ സാർ വാങ്ങിച്ചു. എന്താടാ 7 കണ്ണു വിറ്റു. എനിക്കൊരു 1.5 രൂപ കൈ കിട്ടി. നിന്റെ ബിസിനസ് ടേൺ ഓവർ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. വിറ്റോ ഇല്ലയോ? 7 എണ്ണം വിറ്റാ. 7 എണ്ണം ഡ്യൂപ്ലിക്കേറ്റാ. അതിൽ 3 എണ്ണം സെക്കൻഡ് ഹാൻഡ്, 2 ഓൾഡ് മോഡൽ. എക്ലെയർ 578. ഇപ്പൊ അതിനൊന്നും ബുള്ളറ്റ്സ് കിട്ടില്ലല്ലോ. അതൊക്കെ അവരുടെ കാര്യം. സർവീസ് പോലും ഇല്ല, നിർത്തിപ്പോയതല്ലേ. പിന്നെ ഇതുകൂടി പറഞ്ഞു സാറേ, സ്റ്റൈലായി കൈയും കെട്ടി ഇങ്ങനെ ജനലരികെ നിൽക്കല്ലേ. എന്താടാ ജനലരികെ നിന്നാ? അയ്യോ, ഇവന്റെ ഒരു കാര്യം. നമ്മൾ സ്ലൈപ്പർ വാങ്ങിയില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ദൂരെ നിന്ന് മാർക്ക് ചെയ്ത് തട്ടിക്കളയവര്. ശരി, യവനോട് വാങ്ങി തൊലയ്ക്കും. ഇതൊക്കെ ഉപേക്ഷിച്ച് കുറെ നാളായി. എന്റെ നേരം ബിസിനസ് പോലും മറന്നു. കഴുതേ പോലെ അലയുക എന്റെ വിധി. 5 ലക്ഷം കൊടുത്ത് ഗണ്ണ് വാങ്ങാൻ പോവുക. അന്നേ 5000 രൂപ തന്നാ പോരായിരുന്നു. അയ്യോ, ശരി വിട്ടേക്ക്. ബോണസ് ആയിട്ട് സ്കൂപ്പ് തരാം. നിങ്ങൾ ആരെയും വിശ്വസിക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു ചാരനുണ്ട്. എന്താണത്? മൊബൈലാ സാർ. എന്നെ അങ്ങനെ നോക്കല്ലേ. ഡ്രൈവർ, വണ്ടിയെടു. ഡ്രൈവർ, എന്താ തൊപ്പി പൊങ്ങിയിരിക്കുന്നത്? ഉള്ളിൽ വല്ല ഗണ്ണോ മറ്റോ വെച്ചിട്ടുണ്ടാ? ഞാൻ ഓടിച്ചോളാം, പോ. AK
കെ സ്വാമിക്ക് ഗണ്ണ് മാത്രമല്ല ഞാൻ വിറ്റത്, ഭയവും ചേർത്ത വിറ്റത്. അത് പറഞ്ഞവൻ ഇത് പറഞ്ഞില്ലേ? ഏതവന്റെ കള്ളത്തരങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞോ? ഇപ്പോൾ ആ കള്ളത്തരങ്ങൾ വിനയായി വീടിനകത്തും എത്തി. വിജയ, ഇനി നീ കൂടുതൽ ജാഗ്രതയായിരിക്കണം. എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു എന്നോട് ചോദിക്കാൻ ആരും പുറത്തു പോകരുന്നു. എവിടെയാ വിനയും വീണയും? ഫോൺ അടിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് അച്ഛാ. വന്നോളൂ, ഡോണ്ട് വറി. ആ AK സ്വാമി ഗ്രൂപ്പ് നമ്മുടെ 2 വലിയ പ്രോജക്റ്റുകൾ തട്ടിയെടുത്തു. ക്രോഡ്സ് ആൻഡ് ക്രോഡ്സ്. ക്യാരക്ടർ അസാസിനേഷൻ വേറെ. മീഡിയ മുഴുവൻ നമ്മളെപ്പറ്റി വളരെ മോശമായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. അച്ഛാ, വിനയ് വരണം സാർ. അല്ല അച്ഛാ, ഞങ്ങൾ രണ്ടുപേരും. വേണ്ട വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. സോറി അച്ഛാ. രാജപ്പാ പറയൂ രാജപ്പാ, ഈ 2 ദിവസം കൊണ്ട് നമ്മുടെ എത്ര ആളുകളാ പോയെന്ന്? 5 പേര് പോയി മോനെ. കേട്ടല്ലോ, വെളിയിൽ പോയ നമ്മുടെ ആരും തന്നെ ജീവനോടെ ഇല്ല. വെറുതെ നിങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നില്ലേ ബ്രഹ്മ? അവൻ AK സ്വാമിക്ക് കൊടുത്തത് കളിത്തോക്കല്ലോ, അതും പൊട്ടും. അത് ശരിയാ. ഇപ്പം അവൻ തന്നെ ജീവനോടുണ്ടോ എന്തോ. അവനെ ഇപ്പം ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല. അന്ന് കഴിക്കുന്നതിൻ്റെ കണക്കെടുത്തില്ലേ, ഇന്ന് കഴിക്കാനേ ആള് കുറഞ്ഞുപോയി. ഞാൻ പറഞ്ഞതാണോ കുറ്റം? ഓരോരുത്തരും 3-4 പേർക്കുള്ളതല്ലേ കഴിക്കുന്നേ. ഓരോരുത്തരും വെള്ളക്കാരൻ, എല്ലാം ബ്രഹ്മ കൊണ്ടുവിട്ട ആളുകളല്ലേ, ഒരു പ്രയോജനമില്ലാത്ത പിള്ളേർ. ബ്രഹ്മയെ പറ്റി എന്തെങ്കിലും അറിവ് കിട്ടിയോ? അവൻ്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും കളഞ്ഞുപോയി കാണും. ആള് തീർന്നു പോയാലും ഫോൺ അടിച്ചുകൊണ്ടേയിരിക്കും. പ്ലാൻ കിട്ടിയോ? വിജയപാൽ, ഏതായാലും നീ തന്നെ പോയി ബ്രഹ്മയെ പറ്റി അന്വേഷിച്ചിട്ട് വാ. എന്ത്? ആ അനാഥ പയ്യനെ അന്വേഷിച്ച് നമ്മുടെ വീട്ടിലെ ചെറുക്കനെ വെറുതെ രാത്രി വെളി വിടണമെന്നോ? വേണേ ഞാൻ പോയി അന്വേഷിച്ച് വരാം. രായപ്പനെ ഇപ്പോൾ ഒറ്റയ്ക്ക് വിടണോ വെച്ചാ? അവനും നമുക്ക് സ്വന്തം. വരാം. എന്താ കിട്ടുന്നില്ലേ? ശകില, ഈ മഴയത്ത് എവിടെയാ മോളെ പോകുന്നേ? എന്താ മോളെ പ്രശ്നം? നിങ്ങൾ ബ്രഹ്മയെ തേടി പോയതില്ലേ അങ്കിൾ? അമേരിക്ക അന്വേഷിച്ച് പോയാലും അതിനൊരു അർത്ഥമുണ്ട്. ഇപ്പൊ ആരെങ്കിലും ബർമയിലേക്ക് പോവുക മോളെ? ഞാൻ പോകും അങ്കിൾ. നീ എന്തിനാ മോളെ പോകുന്നേ? എനിക്ക് പോണോ അങ്കിൾ? പോയേ പറ്റൂ. അങ്കിള് വണ്ടി എടുക്കോ അതോ ഞാൻ തനിയെ പോണോ? ഞാൻ തന്നെ എടുക്കാം. ബ്രഹ്മ, ബ്രഹ്മ, ബ്രഹ്മ. എന്താ മോളെ ഈ മഴയത്ത് വന്നേ? ബ്രഹ്മ എവിടെ? എന്താ ഈ പറയുന്നത്? ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് അന്വേഷിച്ച് വരുമായിരുന്നു. 2 ദിവസം ഇങ്ങോട്ട് വന്നിട്ടില്ല. അച്ഛൻ കണ്ട അകത്ത് പോകാൻ മോളെ.
AK സ്വാമി ഗ്രൂപ്പ് ബോംബെന്ന് ആളുകളെ കൊണ്ടുവന്ന് അവിടെ റെഡിയാക്കി നിർത്തിയിരുന്നു. ഞാനും ആംബ്രോസും ജീവൻ നേരെ അങ്ങ് ചെന്നു. ആംബ്രോസും ജീവൻ രണ്ടുപേരെ അങ്ങ് തട്ടി. അതിൻ്റെ ഇടയിൽ എൻ്റെ സെൽഫോൺ മിസ്സായി. പെട്ടെന്ന് ലോക്കൽ ഗ്രൂപ്പിനെ വെച്ച് അന്വേഷണം നടത്തി. ആ സമയത്ത് ഞങ്ങളൊരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. അതൊക്കെ ഇരിക്കട്ടെ, ജീവ എവിടെയുണ്ട് ഇപ്പോൾ? ആംബ്രോസ് എവിടെ? നിങ്ങൾ ജീവയുടെ ചോദിക്ക്. ജീവ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അത് ജീവ, ഗുണപാലൻ സാറിനെ നിനക്ക് ഒരുപാട് ഇഷ്ടമാണോ? ആംബ്രോസിന് അദ്ദേഹത്തെ ഭയങ്കര ജീവനാ. അങ്ങനെയാണ്. അവൻ മരിച്ചുപോയി സാർ. യുദ്ധം വന്നാൽ സോൾജേഴ്സ് മരിച്ചാലും കമാൻഡർ ഉണ്ടാകണം. നീയാ കമാൻഡർ. ഇവിടെ വെക്കാണോ സംഗീ? വാ.